സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ തൃശൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ തിരിച്ചെത്തി. കൂറുമാറ്റത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് കെ ദേവസി ഉൾപ്പെടെ 7 അംഗങ്ങളാണ് 5 ദിവസത്തേക്ക് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത്. ഈ ബോർഡിൽ നിന്ന് തന്നെ വ്യക്തമാകും പാണഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഹ്രസ്വചിത്രം. 5 വർഷത്തിനിടെ ഇവിടെ അധികാരം കൈയാളിയത് 4 പ്രസിഡന്റുമാർ. 23 അംഗങ്ങളിൽ 14 പേരുടെ പിൻബലത്തോടെയാണ് കോൺഗ്രസ് ഭരണസമിതി പാണഞ്ചേരിയിൽ അധികാരമേൽക്കുന്നത്. ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് എ വിഭാഗത്തിലെ PV പത്രോസിനെ. എന്നാൽ 2012-ൽ പത്രോസിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി CPIM-ലെ KV ജോസ് പ്രസിഡന്റായി. 1 വർഷത്തിനുള്ളിൽ വീണ്ടും കോൺഗ്രസ് I വിഭാഗത്തിൽ നിന്നും റോയ് കെ ദേവസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഇതിനിടെ അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ചുവെന്നാരോപിച്ച റോയ് കെ ദേവസി ഉൾപ്പെടെ 7 കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് PV പത്രോസ് നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെ പഞ്ചായത്തിൽ വീണ്ടും ഭരണമാറ്റം. 6 മാസ കാലയളവിൽ CPIM-ലെ CM ദാമോദരൻ പ്രസിഡന്റായി തുടരുന്നതിനിടെയാണ് റോയ് കെ ദേവസി ഉൾപ്പെടെയുള്ള 7 അംഗങ്ങളും ഹൈക്കോടതി വിധിയുടെ പിൻബലത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത്. 5 ദിവസമാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി. അത് 5 ദിവസമോ 6 ദിവസമോ 1 ദിവസം എന്നുള്ളതല്ല. തീർച്ചയായിട്ടും 1 മണിക്കൂറാണെങ്കിൽ പോലും ഞങ്ങൾ തെറ്റുകാരല്ല എന്നുള്ള വിധി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയും ഇവിടെ ഈ അധികാരസ്ഥാനം തിരിച്ചു വന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു അവസരം ബഹുമാനപ്പെട്ട കോടതി ഉണ്ടാക്കി തന്നത് ഞങ്ങൾ തെറ്റുകാരല്ല എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഈ 7 ഭരണസമിതി അംഗങ്ങളും ഇക്കുറി മത്സരരംഗത്തു നിന്നും മാറി പാർട്ടിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഭരണ തുടർച്ച ഞങ്ങൾക്ക് തന്നെയാണെന്നുള്ളതിൽ. PV പത്രോസ് ഉൾപ്പെടെ 6 വിമതർ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തി കളത്തിലുണ്ട്. എന്നാൽ CPIM-ലെ സംഘടനാ പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാക്കുമെന്നാണ് റോയ് കെ ദേവസിയുടെയും കൂട്ടരുടെയും പ്രതീക്ഷ. റിപ്പോർട്ടർ, തൃശൂർ.